ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂടിവരവില് എനിക്കും ആയിരിക്കാനായിട്ട് ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. എൻ്റെ ഫസ്റ്റ് കസിൻ, എൻ്റെ അമ്മാച്ചൻ്റെ മകള് യമേച്ചിയാണ് എന്നെ ഈ കൂട്ടായ്മയിലേക്ക് പരിചയപ്പെടുത്തിയത്. അവളുടെ സാന്നിധ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേബ സിസ്റ്ററിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ അനേക സഹോദരിമാർക്ക്, അനേക കുടുംബങ്ങൾക്ക് ഒരു ആശ്വാസമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഉപയോഗിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതില് എനിക്കും പങ്കെടുക്കുവാനായിട്ട് ദൈവം തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നലെ ഫേബ സിസ്റ്റർ വിളിച്ചു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രാർത്ഥിക്കുവാനും പല കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനും ദൈവം അവസരം ഒരുക്കി. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ. ഈ ദിവസങ്ങളിൽ എനിക്ക് സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് ഇതുപോലുള്ള വചന ശുശ്രൂഷകള് പല സ്ഥലങ്ങളിലും ഉണ്ട്. അത് പിശാചിന് അത്ര താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു. ഈ 2-3 ആഴ്ചയായിട്ട് എനിക്ക് റേഞ്ചിനൊരു പ്രശ്നമുണ്ട്. അത് നേരത്തെ അങ്ങനെ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ അതിനൊരു വേറെ ക്രമീകരണം ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുക, റേഞ്ച് നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് എൻ്റെ മുഖം കാണാനും എനിക്ക് നിങ്ങളുടെ മുഖം കാണാനും അങ്ങനെ ഒരു ജീവനുള്ള കൂട്ടായ്മയായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. എൻ്റെ പേര് പറഞ്ഞല്ലോ, എൻ്റെ പേര് സജിത എന്നാണ്. എൻ്റെ സ്വന്തം സ്ഥലം തൃശ്ശൂരാണ്. ഞാൻ എൻ്റെ പഠനത്തിന് ശേഷം ഞാൻ ഒരു പെന്തക്കോസ് കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ അപ്പ മിലിറ്ററിയിലായിരുന്ന സമയത്ത് ജീവനുള്ള ദൈവത്തെ യഥാർത്ഥമായി കണ്ടുമുട്ടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ എനിക്ക് അപ്പ ആ വിധത്തിൽ വിവാഹം കഴിച്ചു. അങ്ങനെ എനിക്കിതിൽ ഈ കുടുംബത്തില്, പെന്തക്കോസ് കുടുംബത്തില് ജനിച്ചു വളരുവാനായിട്ട് ദൈവം ഭാഗ്യം തന്നു. എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് BEd കഴിഞ്ഞ് ഞാൻ ഒരു ജോലിക്ക് വേണ്ടി വളരെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ വിവാഹം നടന്ന് ഞാൻ കോട്ടയത്തേക്ക് വരുന്നത്. അപ്പം എനിക്ക് സുവിശേഷ വേല, ഇങ്ങനെ പ്രത്യേകിച്ച് ചർച്ച് മിനിസ്ട്രിയെ കുറിച്ച് ഒട്ടും ഒരു കാഴ്ചപ്പാട് ആ സമയത്ത് ഇല്ലായിരുന്നു. പക്ഷെ കർത്താവ് എൻ്റെ വഴികളെല്ലാം അടച്ചു. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് മണക്കാലയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞാനും അവിടെ പഠിപ്പിക്കാനായിട്ട്, ഞാൻ എൻ്റെ സബ്ജക്റ്റ് ഇംഗ്ലീഷ് ആയിരുന്നുകൊണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട് അവിടെ ആരംഭിച്ചു. പക്ഷെ അതെനിക്ക് ഒരിക്കലും ഒരു സന്തോഷം തരുന്നില്ലായിരുന്നു. കാരണം ദൈവവചനം പഠിച്ച് ഭാവിയിലെ പാസ്റ്റർമാരാകാനും ലീഡർമാരാകുവാനും പോകുന്ന കുഞ്ഞുങ്ങളെ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സമയത്ത് ദൈവവചനത്തിൽ നിന്ന് ഒരു എക്സാമ്പിൾ പോലും കോട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ഐ എം നോട്ട് ഫിറ്റ് ഇൻ ദി സെമിനാരി എന്നുള്ളൊരു ചിന്ത എപ്പോഴും എനിക്ക് വരുമായിരുന്നു. ഞാൻ അങ്ങനെ ഒരു സെക്കുലർ ജോലിക്ക് വേണ്ടി വളരെയേറെ ആഗ്രഹിക്കുകയും ദാഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് ദൈവം എന്നോട് ഇടപെടുവാനായിട്ട് ഇടയായി തീർന്നു. യെശയ്യാവ് 42-6-7 വാക്യങ്ങളിലൂടെ കുരുട്ടുകളിൽ തുറക്കുവാനും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും വിടുവിപ്പാൻ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദത്തിന് മുൻപില് എനിക്ക് ആ ദിവസങ്ങളിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ദർശനങ്ങള് എനിക്ക് ദൈവത്തിന്റെ വഴി വിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് ധൈര്യം തരാത്ത വിധത്തിലുള്ള ദർശനങ്ങളായിരുന്നു കർത്താവ് എനിക്ക് തന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ എന്നെ സമർപ്പിച്ചു. അത് പൂർണ്ണ മനസ്സോടെയാണെന്ന് എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. അപ്പോഴും ഞങ്ങൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു സെക്കുലർ ജോലിക്ക് വേണ്ടി തന്നെ ഞാൻ ആഗ്രഹിച്ച് ഇരിക്കുന്ന സമയമായിരുന്നു. എന്നോട് കുറേയേറെ പ്രവാചകന്മാര് പറഞ്ഞു കർത്താവിന്റെ വേലയാണ് എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്ന്. അപ്പൊ ഞാൻ ദൈവസന്നിധി ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ, പ്രവാചകന്മാരുടെ വാക്ക് കേട്ട് എനിക്ക് ഇറങ്ങുവാനായിട്ട് കഴിയുകയില്ല, കർത്താവിന്റെ ശബ്ദം കേട്ടാൽ മാത്രമേ എനിക്ക് ഇറങ്ങുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണ് കർത്താവിനോട് സംസാരിക്കുന്നത്. അങ്ങനെ കർത്താവിന്റെ ശബ്ദത്തിനും എന്നെ സമർപ്പിച്ചു. അതിനുശേഷം പലപ്പോഴും കയറ്റിറക്കങ്ങളും സംശയങ്ങളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കർത്താവ്, ഞാൻ ഏതെല്ലാം വിഷയങ്ങൾ, കണ്ടീഷൻസ് ദൈവസന്നിധിയിൽ വെച്ചോ അതെല്ലാം കർത്താവ് എനിക്ക് ഫുൾഫില്ല് ചെയ്ത് തന്നതുകൊണ്ട് എനിക്ക് ഇനിയും കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിത്തിരിക്കാതിരിക്കാൻ സാധിക്കുകയില്ല എന്നൊരു ഘട്ടം വന്നു. അങ്ങനെ ഞാൻ ചെറിയ ചെറിയ കൂട്ടായ്മകള് ഒക്കെ കടന്നു പോകുവാനും ദൈവവചനം ശുശ്രൂഷിക്കാനും ഒക്കെ ആരംഭിച്ചു. ആ സമയത്താണ് എനിക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ദൈവവചന പഠനം ഇല്ലാതെ ഞാൻ സുവിശേഷ വേല എന്ന് പറഞ്ഞിരിക്കുന്നതിൽ ഒരു അർത്ഥമില്ലെന്ന് എനിക്ക് ചിന്തിക്കാൻ. കാരണം ആ സമയത്ത് ഒരു യഹോസാക്ഷിക്കാരുടെ ശിക്ഷണമൊക്കെ ലഭിച്ച ഒരു സഹോദരി എന്നോട് ഇങ്ങനെ ചോദിച്ചു, സൃഷ്ടികളുടെ ആരംഭമായിരിക്കുന്ന ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, അപ്പൊ സൃഷ്ടികളുടെ ആരംഭമല്ലേ യേശു ക്രിസ്തു? യേശു ക്രിസ്തു സൃഷ്ടി മാത്രമല്ലേ? അപ്പൊ എനിക്കൊരു ആൻസർ ഒക്കെ ഉണ്ട്, പക്ഷെ അവരത് കേൾക്കാൻ തയ്യാറല്ല.
അപ്പൊ ഞാൻ വിചാരിച്ചു ഈ മൂലഭാഷകളൊക്കെ പഠിച്ച് ആധികാരികമായിട്ട് അവരുടെ ആ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഞാന് ഒരു സുവിശേഷ വേലക്കാരത്തി എന്ന് പറഞ്ഞിരിക്കുന്നതിൽ അർത്ഥമില്ലെന്നൊക്കെ ചിന്തിച്ചു. അന്നത്തെ അറിവ് എനിക്ക് അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ ദൈവത്തിന് അതിശക്തമായിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. 2004 ജൂൺ 15 ഒരു ഡെഡ് ലൈൻ ദൈവസനിൽ വെച്ച്, കർത്താവെ ആ സമയം കഴിഞ്ഞാൽ ഞാൻ 35 കഴിഞ്ഞ് 36ലേക്ക് കയറും, പിന്നെ എന്റെ ഓർമ്മശക്തിയൊക്കെ കുറയുമല്ലോ. അപ്പൊ അതിനിപ്പുറം ദൈവവചനം പഠിക്കാനായിട്ടൊരു അവസരം എന്റെ കർത്താവ് തരുന്നെങ്കിൽ അത് ദൈവഹിതം, അല്ല എങ്കിൽ ഞാൻ ഈ പ്രാർത്ഥനാ വിഷയം നീക്കിക്കളയും എന്ന് ദൈവസനിൽ വെച്ച് കണ്ണുനീരോടെ ഞാൻ ദൈവസനിൽ പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ ആരംഭിച്ച് എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോ ഹസ്ബൻഡ് പറഞ്ഞ ആവശ്യത്തിലേറെ പഠിച്ചിട്ടുണ്ട്, ഒന്നും പ്രയോജനപ്പെടുത്തുന്നില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാൻ ദൈവസന്നിധിയിൽ തന്നെ ഇനി ആരോട് ചോദിക്കാനാ, ആര് സപ്പോർട്ട് ചെയ്യാനാ? പക്ഷെ കർത്താവ് എനിക്ക് വേണ്ടി, ഞാൻ ദൈവസന്നിധിയിൽ ആ സമയത്ത് കർത്താവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ ഞാൻ ദൈവസന്നിധിയിൽ നിലവിളിക്കാനും പ്രാർത്ഥിക്കാനും ആരംഭിച്ചു. ഞാൻ ഡെഡ് ലൈൻ വെച്ച് അതിന്റെ ഒരു ദിവസം മുൻപേ എനിക്ക് മണക്കാലയിൽ അഡ്മിഷൻ കിട്ടുവാനായിട്ട് ഇടയായി തീർന്നു. ആ സമയത്ത് മണക്കാലയിലെ ലേഡീസിന് BEdക്ക് അഡ്മിഷൻ കൊടുക്കുന്നില്ലായിരുന്നു. പക്ഷെ ദൈവം എനിക്ക് വേണ്ടി ഒരു പ്രത്യേക ഒരു ഒരു പോർട്ട്ഫോളിയോ അവിടെ ഉണ്ടാക്കി, അവിടെ ഒരു പ്രത്യേകമായ ഒരു വകുപ്പ് എനിക്ക് വേണ്ടി ഉണ്ടാക്കി കർത്താവ് എനിക്ക് അഡ്മിഷൻ തരാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ദൈവവചനം പഠിക്കാനായിട്ട് ആരംഭിച്ചപ്പോൾ വളരെയേറെ ദാഹം, എനിക്ക് വചനം പിന്നെയും പഠിക്കണം എന്നുള്ള ദാഹം ആരംഭിച്ചു. അങ്ങനെ ഞാൻ ബ്രേക്ക് ഇല്ലാതെ അടുത്ത കോഴ്സിന് MTHന് ജോയിൻ ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. ആ MTH കഴിഞ്ഞിട്ട് 1 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞാണ് അടുത്ത് ഞാൻ ഡോക്ടറേറ്റിന്റെ പഠനത്തിനായിട്ട് കടന്നു പോകുന്നത്. ആ ഒരു ഗ്യാപ്പിന്റെ സമയത്ത് മണക്കാലക്കാരെന്നെ പഠിപ്പിക്കാനായിട്ട് വിളിച്ച സമയത്ത് ഞാൻ ചിന്തിച്ചു, അയ്യോ എന്റെ ദൈവമേ, ദൈവവേല അത് ദൈവവചനം പഠിപ്പിക്കോ, അതിനൊരു പോക്കറ്റ് മണി അല്ലെങ്കിൽ ഒരു ചെറിയൊരു സാലറി കിട്ടുമോ, അതൊക്കെ ചെയ്യുന്നത് എന്നെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയിലുള്ളതാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ച് വളരെയേറെ സംശയത്തോടെ ദൈവത്തിൽ ഇരുന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നിന്റെ വിളിയിലെ കുരുട്ടുകണ്ണുകളെ തുറക്കുവാനായിട്ട് ദൈവവചനം പഠിപ്പിക്കണമെന്ന് കർത്താവ് എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ കർത്താവിന്റെ വചനം പഠിപ്പിക്കുവാനായിട്ട് ദൈവം അവസരം തന്നു. അതിനുശേഷം അടുത്ത സ്റ്റഡീസിന് പോകുകയും ഇപ്പോൾ വിവിധ സെമിനാറുകൾ ദൈവവചനം പഠിപ്പിക്കുവാനായിട്ട് കർത്താവ് അവസരം തന്നു. എന്നെ കർത്താവിന്റെ വേലയിലായിരിക്കാനായിട്ട് കർത്താവ് എനിക്ക് അവസരം തന്നു. ഞാൻ ഒരു അനുഭവം കൂടെ പറഞ്ഞ് ഞാൻ വചന ശുശ്രൂഷയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ പഠനമൊക്കെ ആരംഭിക്കുന്നതിന് മുൻപേ ആയിട്ട് ഞാൻ വിചാരിച്ച, എന്റെ കർത്താവെ, സുവിശേഷ വേലയ്ക്കായിട്ട് ഞാൻ സമർപ്പിച്ച് എനിക്ക് മറ്റൊരു ജോലിക്ക് പോകാൻ കഴിയില്ല, സെക്കുലർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിന് ഒരു ട്യൂഷൻ എടുക്കാൻ പോലും എനിക്ക് കഴിയില്ല, കർത്താവ് എന്നെ അനുവദിക്കുന്നില്ല അതിനൊന്നും. അപ്പൊ ഞാൻ ചിന്തിച്ചു, കർത്താവ് ഈ കർത്താവിന്റെ വേലയോട് അനുബന്ധിച്ചുള്ള ഒരു ചെറിയ ജോലി എനിക്ക് തന്നിരുന്നെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളും എന്റെ ആവശ്യങ്ങളും എനിക്ക് ഒരു ചെറിയ പോക്കറ്റ് മണി എനിക്ക് ലഭിക്കുമായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ ദൈവത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ എന്റെ ബെഡ്റൂമിലിരുന്ന് കുറേയേറെ നേരം കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഹാളിലേക്ക് വന്ന സമയത്ത് അവിടെ ഊണുമേശയില് ഒരു ജേണല്, ഒരു ക്രിസ്ത്യൻ ജേണൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഞാനത് നോക്കിയപ്പോൾ ഞങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങളെ ആകാം എന്നുള്ളൊരു പരസ്യം കണ്ടു. ഞങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങളെ ആകാം. ഞാൻ ചിന്തിച്ചു, ഇത് തന്നെ എന്റെ പ്രാർത്ഥനയുടെ മറുപടി എന്ന് വിചാരിച്ച് ഞാൻ ഓട്ടൻ എന്റെ CV ഒക്കെ എഴുതി അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ആ കാര്യം ഞാൻ മറന്നുപോയി മനസ്സിൽ നിന്ന്. അപ്പോ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടിട്ട്, സ്കൂൾ ബസ്സിന് കയറ്റി വിട്ടിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഞാൻ സ്കൂൾ ബസ്സിന് കയറ്റി വിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങളുടെ കൊച്ചമ്മ എന്നോട് പറഞ്ഞു, സജിതി അന്വേഷിച്ചു ഒരു മാരുതി കാറില് കുറച്ച് പേര് വരുന്ന കണ്ടല്ലോ എന്ന്. ഞാൻ ചിന്തിച്ചു, ഇതെന്തിനാ എന്നെ അന്വേഷിച്ച് മാരുതി കാറിൽ ആൾക്കാർ വരുന്നത്? ഞാൻ വീട്ടിലെത്തി വാതിൽ തുറന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ 2-3 പേര് വീട്ടിൽ വന്നു. എന്നോട് ചോദിച്ചു, നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ അയച്ചിരുന്നോ എന്ന് ചോദിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി, ഞാൻ ആപ്ലിക്കേഷൻ അയച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ സ്വർഗീയധ്വനിയുടെ എഡിറ്റേഴ്സ് ആണ്, ഇങ്ങനെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ തൃശ്ശൂർ നിന്നുള്ളവർക്ക് ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഞങ്ങൾ അവിടെ നിന്നുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഞാൻ ലിറ്ററേച്ചർ ആയതുകൊണ്ട് അതൊക്കെ ഞങ്ങൾക്ക് വളരെ പ്രിഫറൻസ് നിങ്ങളുടെ ആപ്ലിക്കേഷനിലുണ്ട്. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ചർച്ചിൽ പാസ്റ്റർ ഭാര്യയാണ്. അപ്പൊ പറഞ്ഞു, എന്നാൽ നിങ്ങൾ ചർച്ചിന്റെയും കൂടെ ഒരു മദർ ആണല്ലോ, അപ്പൊ നിങ്ങൾക്ക് അതിന് സാധിക്കുമോ, എങ്കിലും പ്രാർത്ഥിക്ക് എന്നൊക്കെ പറഞ്ഞ് എനിക്കത് വളരെ സന്തോഷമായി. ഞാൻ ഇങ്ങനെ ഫിലിമിൽ കാണുന്നത് പോലെ രാവിലെ എഴുന്നേറ്റ് ഡ്രസ്സ് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നു, ഡ്രസ്സ് മാറുന്നു, ഞാൻ പോകുന്നു, ജോലി ചെയ്യുന്നു, ഓരോ മാസം കഴിയുമ്പോൾ സാലറി കയ്യിൽ വാങ്ങിക്കുന്നു. എന്റെ കോൺഫിഡൻസ് അങ്ങ് ആകാശം മുട്ടെ ബൂസ്റ്റ് ചെയ്യാനിടയായി തീർന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഞാനും കൂട്ടായ്മകളെല്ലാം കുഞ്ഞു കൂട്ടായ്മകൾ ഇങ്ങനെ CSIക്കാരുടെ വീട്ടിലോ യാക്കോബക്കാരുടെ വീട്ടിലൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ട് ഇങ്ങനെ പോവുക.
പോകുന്ന സമയത്ത് എനിക്ക് പ്രാർത്ഥിച്ചിട്ട് ഒരു കണക്ഷൻ കിട്ടുന്നില്ല. ഞാൻ ഈ കാര്യം മറന്നും പോയി. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡ് വരട്ടെ എന്ന് വിചാരിച്ചു. ഹസ്ബൻഡ് വന്ന് ചോദിച്ചു, നിനക്ക് വേറെ വല്ല പണിയൊന്നും ഇല്ല, നീ വീട്ടിലിട്ട് കുഞ്ഞുങ്ങളെ നോക്കെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ ആ കാര്യം എന്റെ മനസ്സിൽ നിന്ന് വിട്ടു. കാരണം നമ്മൾ വിവാഹം കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ലല്ലോ. അങ്ങനെ ഞാൻ അത് വിട്ടു. പക്ഷേങ്കില് എന്റെ മനസ്സിൽ എനിക്ക് പ്രാർത്ഥിക്കുമ്പോ ഒരു കണക്ഷൻ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ കണക്ഷൻ കിട്ടാതെ എനിക്ക് അങ്ങ് സഫോക്കേഷനായി. ഞാൻ വിചാരിച്ചു, കർത്താവെ ഞാൻ എന്ത് ചെയ്യും, ദൈവസന്നിധിയിൽ നിന്ന് എനിക്ക് കറക്റ്റ് കണക്ഷൻ കിട്ടാതെ ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞ് ഞാൻ വളരെ ഭാരത്തോടെ ദൈവസന്നിധി ഇരുന്നു. കർത്താവെ, നിന്റെ ഇഷ്ടം ഏത് കയ്പാണെങ്കിലും ഞാൻ അനുസരിക്കും. കർത്താവിനോട് സംസാരിക്കണം. കർത്താവിന്റെ ശബ്ദം കേൾക്കാതെ ഇനി ഒരടി പോലും മുന്നോട്ട് വെക്കാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ ദൈവസന്നിധി നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാൻ വചനം എടുത്ത് വായിക്കാൻ പോകുന്നു, കർത്താവിനോട് സംസാരിക്കണം. കർത്താവ് ഞാൻ അങ്ങനെ ദൈവസന്നിധിയിൽ നിലവിളിച്ചു. എന്നെ തന്നെ സറണ്ടർ ചെയ്തു. ദൈവത്തിന്റെ ഇഷ്ടം ഏതാണെങ്കിലും അനുസരിക്കാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. സമർപ്പിച്ചു കൊണ്ട് ഞാൻ വായിച്ചപ്പോൾ ഇതായിരുന്നു എനിക്ക് കിട്ടിയത്. നിന്റെ ആടുകൾ നിസ്സാരന്മാരെ പിന്തുടരുന്ന വേണ്ടുവോളം ദാരിദ്ര്യം അനുഭവിക്കും. ഞാൻ അയ്യോ, ഈ വചനം എന്തിനാ എന്നോട് സംസാരിക്കുന്നത്? ഞാൻ തിരിഞ്ഞ് ചിന്തിച്ചപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഓർത്തു. ഞാൻ പറഞ്ഞു, കർത്താവെ, ദൈവഹിതമില്ലാതെ ഒരു ചുവട് പോലും ഞാൻ ഇനി വെക്കുകയില്ല. ദൈവഹിതമില്ലാത്ത ഒരു ജോലിക്കും ഞാൻ പോകാനായിട്ട് ചിന്തിക്കുക പോലും ചെയ്യില്ല. ചിലർ കേട്ടില്ല എന്ന് പറയുന്ന, ബാക്കി എല്ലാവരും കേൾക്കുന്നുണ്ടോ? ഒരാളുടെ പ്രശ്നമാണോ അതോ ഏതാ പറഞ്ഞെന്നുള്ളത് കേട്ടില്ല? വചനം അത് ഞാൻ റെഫറൻസ് പറഞ്ഞില്ല, അത് ഞാനത് തപ്പിയില്ല. അത് സദൃശ്യവാക്യത്തിലാണ് ആ വാക്യം കിടക്കുന്നത്. നിന്റെ ആടുകളുടെ അവസ്ഥ അറിയാൻ ജാഗ്രതയായിരിക്കുക, നിന്റെ കന്നുകാലിൽ നന്നായി ദൃഷ്ടി വെക്കുക, നിലം കൃഷി ചെയ്യുന്നവന് ധാരാളം ആഹാരം കിട്ടും, നിസ്സാരന്മാരെ പിന്തുടരുന്നവന് വേണ്ടുവോളം ദാരിദ്ര്യം അനുഭവിക്കും. അത് ഒരു സ്ഥലത്തല്ല, 2 സ്ഥലത്തായിട്ടാണ് കിടക്കുന്നത്. ആ വചനങ്ങളാണ് എൻ്റെ ഹൃദയത്തോട് സംസാരിച്ച് അതെനിക്കൊരു മറുപടിയായിട്ട് കർത്താവ് തന്നത്. അങ്ങനെ ഞാൻ ദൈവസ്ഥലം വീണ്ടും റീഡെഡിക്കേറ്റ് ചെയ്ത് എന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. അങ്ങനെ സമർപ്പിച്ച് ഞാൻ ജോലിക്കുള്ള ചിന്തകൾ മുഴുവൻ ഉപേക്ഷിച്ചു. പക്ഷേ പ്രിയ ദൈവമക്കളെ, ദൈവസന്നിധിയിൽ എന്താഗ്രഹിക്കുന്നോ അത് കർത്താവ് നമുക്ക് നിറവേറ്റി തരുന്ന ദൈവമാണ്. ദൈവഹിത പ്രകാരമുള്ള ആഗ്രഹങ്ങൾക്ക് മുടക്കം വരുത്താത്ത ദൈവമാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ഞരക്കങ്ങളും വേദനകളെല്ലാം അറിയുന്ന ദൈവമാണ്. പിന്നീട് ഞാൻ ചിന്തിച്ചു, അന്നാ പോയിരുന്നെങ്കിൽ അതിനെക്കാട്ടിലും എത്രയോ ശ്രേഷ്ഠമായ ഒരു അവസ്ഥയിൽ കർത്താവ് പിന്നീട് കൊണ്ടുവരാൻ, ദൈവഹിത പ്രകാരം മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് എത്രയോ ശ്രേഷ്ഠമായതാണ് നമുക്ക് കരുതി വെച്ചിരുന്നത്. യോസേപ്പ് അപ്പക്കാരന്റെ പാനപാത്ര വാഹനോട് പറഞ്ഞു, നീ എന്നെ ഓർത്തുകൊള്ളണമെന്ന് പറഞ്ഞു. അവൻ ആ സമയത്ത് ഓർത്തിരുന്നെങ്കില് വെറുതെ സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു, മറ്റൊന്നും ലഭിക്കുമായിരുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ സമയത്ത് അവൻ ഓർത്തപ്പോൾ അവൻ ഏറ്റവും ഉന്നത പദവിയിലേക്ക്, ശ്രേഷ്ഠമായ പദവിയിലേക്ക് എത്തുവാനായിട്ട് ഇടയായിട്ടുണ്ട്. കർത്താവ് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായതാ. പക്ഷെ അതിന് ചില കാലതാമസങ്ങളുണ്ട്, അതിന് നല്ല ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച ശ്രേഷ്ഠമായത് നമുക്ക് പ്രാപിക്കാനായിട്ട് ഇടയായിത്തീരാം. അതിനിടയിൽ ഒരിക്കലും നിസ്സാരന്മാരെ പിന്തുടരുവാൻ നമുക്ക് ഇടയാകരുത്. അതിനിടയിൽ നമുക്ക് ഒരിക്കലും വഴി തെറ്റുവാൻ ഇടയായി തീരരുത്. അതിനിടയിൽ നമ്മുടെ ഫോക്കസ് മാറിപ്പോകുവാനായിട്ട് ഇടയായി തീരരുത്. നമ്മുടെ ഫോക്കസ് മാറിപ്പോകാതെ കർത്താവിന്റെ ഹിതത്തിൽ മാത്രം നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് കർത്താവ് മുൻ കരുതിയിട്ടുണ്ട്. ഞാൻ അത്രയും പറഞ്ഞ എന്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുകയാണ്. ഇന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ അതിലത്തെ ഒരു വാക്കാണ് എൻ്റെ ഇന്നത്തെ പ്രബോധനം. അതിനുശേഷം നമുക്ക് സമയം കിട്ടുമെങ്കിലും മുന്നോട്ട് പോകാം. 1-ന്റെ 3-ാം വാക്യം ഒന്ന് വായിക്കാമോ? യഹൂദ താമാറിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു. ആ താമാറിനെ കുറിച്ചാണ് ഇന്നത്തെ എന്റെ ചിന്താവിഷയം എന്ന് പറയുന്നത്. കുടുംബം പണിയുന്ന സ്ത്രീ. നമ്മള് സദൃശ്യവാക്യത്തിൽ വായിക്കുന്നുണ്ടല്ലോ, വിവേകമുള്ളവൾ എന്ത് ചെയ്യും? ജ്ഞാനമുള്ളവൾ വീട് പണിയുന്നു, നാണം കെട്ടവളോ അത് സ്വന്തം കൈകൊണ്ട് പൊളിച്ചു കളയുന്നു. അപ്പൊ ഇവിടെ ആ സകല ത്യാഗവും സഹിച്ചിട്ട്, സകല നിന്ദയും സഹിച്ച്, സകല ചൂഷണവും സഹിച്ച് കുടുംബം പണിത ഒരു സ്ത്രീയെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്.
താമാറിനെ കുറിച്ച്. താമാർ എന്ന വാക്കിന്റെ അർത്ഥം പാൻട്രി എന്ന. നീതിമാൻ പന പോലെ തഴയ്ക്കും. ആ പാൻട്രി എങ്ങനെയാ? അത് നിൽക്കുന്നത് എവിടെയാ? അത് മരുഭൂമിയിൽ അല്ലെ. ആ മരുഭൂമിയിൽ നിന്നാലും അതിന്റെ ഫലത്തിനൊരു കുറവും ഇല്ല അല്ലെ. ഇസ്രായേൽ മക്കൾ വരുന്ന സമയത്ത് രഫീദീമിൽ എത്തിയപ്പോ അവിടെ 70 ഈന്തപ്പന കണ്ടു. അവർക്ക് ഭയങ്കര സന്തോഷമായി അല്ലെ. അപ്പൊ എന്നും ഫലം കൊടുക്കുകയും ചെയ്യും. മരുഭൂമിയില് സകല പ്രതികൂലത്തെ അതിജീവിച്ച് വളർന്ന മേലോട്ട് നിന്ന് ആ മരുഭൂമിയിൽ കടന്നു വരുന്നവർക്ക് തണല് കൊടുക്കുന്ന ഒരു വൃക്ഷമാണ് പാൻട്രി എന്ന് പറയുന്നത്. അപ്പൊ ഇവള് ഇസ്രായേൽ ഒറിജിൻ ആണെന്നാണ് എന്റെ വായനയിൽ മനസ്സിലായത്. അപൂർവം ചില സോഴ്സസില് അവള് മൽക്കിസേദേക്കിന്റെ മകളാണെന്നൊക്കെ പറയുന്നുണ്ട്. ഏത് വിധത്തിലാണെങ്കിലും അവള് വിശ്വാസത്തിലും കുടുംബം പണിയാനായിട്ടും അല്ലെങ്കിൽ ആ കയറി വന്ന കുടുംബത്തോടുള്ള വിശ്വസ്ത കാത്തു സൂക്ഷിക്കാനായിട്ട് 100% അവളുടെ എഫേർട്ട് ഇടുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാനായിട്ട്, ഒരു കോൺഷ്യസ് എഫേർട്ട്. ഞാൻ കയറി വന്ന കുടുംബം അന്യം നിന്ന് പോകാൻ ഇടയാകരുത്. ഞാൻ കയറി വന്ന കുടുംബം അന്യം നിന്ന് പോകരുത്. ഞാൻ കയറി വന്ന കുടുംബം അനുഗ്രഹിക്കപ്പെടണം. അതിന് പിൻതലമുറകൾ ഉണ്ടാകണം. അതിനു വേണ്ടി ഞാൻ സാക്രിഫൈസിനും തയ്യാറാണ്. അതാണ് താമാറിന്റെ അനുഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ ചരിത്രം നമുക്ക് ഉൽപ്പത്തി പുസ്തകം 38 അധ്യായത്തിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ യോസേപ്പിന്റെ ചരിത്രം പറഞ്ഞു വരുന്നതിന്റെ നടുക്കൊരു സാൻഡ്വിച്ച് പോലെയാണ് യഹൂദയുടെ ചരിത്രം പറയുന്നത്. അതാ യഹൂദയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ താമാറിന്റെ ചരിത്രമാണ്. അത് യഹൂദയെ കറക്റ്റ് വഴിയിലേക്ക്, ആ കറക്റ്റ് ചാനലിലേക്ക് കൊണ്ടുവന്നത് താമാര. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ 38 അധ്യായം ഒരു പ്രത്യേക ബയോഗ്രഫി ആയിട്ട്, യോസേപ്പിന്റെ ബയോഗ്രഫി പറഞ്ഞു പോകുന്ന അതിൽ ഒരു ഇൻട്രപ്ഷൻ ആയിട്ട്, അതിന്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് കൊടുത്തിട്ട് അതിനൊരു സാൻഡ്വിച്ച് പോലെ എന്ത് ചെയ്യുക, യഹൂദയുടെ ചരിത്രം അല്ലെങ്കിൽ യഹൂദയെ നേർവഴിക്കാക്കിയ താമാറിന്റെ ചരിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ താമാർ അവിടെ ചരിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, യഹൂദ എന്ത് ചെയ്തു? ഒരു കനാന്യ സ്ത്രീയെ വിവാഹം കഴിച്ചു. ആ കനാന്യ സ്ത്രീയെ വിവാഹം കഴിച്ച് അവർക്ക് 3 മക്കളുണ്ടായി. അതിലെ മൂത്തവനാണ് ഏർ എന്ന് പറയുന്ന മൂത്തവൻ. ആ മൂത്തവനെ കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന, അവൻ യഹോവയ്ക്ക് അനിഷ്ടനായിരുന്നു. ആദിജാതനായ 37 വാക്യത്തില് യഹൂദയുടെ ആദിജാതനായ ഏർ യഹോവയ്ക്ക് അനിഷ്ടനായതുകൊണ്ട് യഹോവ അവനെ മരിപ്പിച്ചു. നമുക്കറിയാം ഇപ്പോ, കാരണം ദൈവവചനം നമ്മുടെ കയ്യില് ഉണ്ട്. പക്ഷെ അന്നത്തെ ആളുകൾക്ക് ആർക്കും അറിയില്ല ഈ ഏർ എങ്ങനെയുള്ളവനായിരുന്നു എന്ന്. അവിടെയുള്ള ആൾക്കാർക്കും ആർക്കും അറിയില്ല. ദൈവത്തിന് അറിയാം. പിന്നെ കൂടെ താമസിക്കുന്ന യഹൂദയ്ക്കും ഭാര്യയ്ക്കും അനിയന്മാർക്കും ഒക്കെ നല്ലപോലെ അറിയാം. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ആരായിരിക്കും? താമാറായിരിക്കും. അപ്പൊ ദൈവത്തിന് അനിഷ്ടനായ അവനിൽ നിന്നൊരു സന്തതി വേണ്ടെന്ന് ആര് തീരുമാനിച്ചു? ദൈവം തീരുമാനിച്ചു. അപ്പം അനിഷ്ടൻ യഹോവയ്ക്ക് കൊള്ളാത്തവൻ ഭാര്യയ്ക്ക് കൊള്ളുന്നവനാകുമോ? യഹോവയ്ക്ക് കൊള്ളാത്തവൻ, യഹോവ അനിഷ്ടൻ എന്ന് പറയുമ്പോള് അവൻ ഭാര്യയ്ക്ക് ഗുണമുള്ളവനാവൂ? നമ്മള് യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ ദൈവത്തിന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു അല്ലെ. അപ്പൊ ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസാക്ഷിയാണ് ഒരു യഥാർത്ഥ ദൈവ പൈതലിന്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസാക്ഷി. അപ്പൊ ഇവൻ യഹോവയ്ക്ക് അനിഷ്ടനാണ് എന്ന് പറഞ്ഞാല് ഇവൻ മനുഷ്യനും കൊള്ളുന്നവനല്ല. അപ്പൊ താമാറിനും കൊള്ളുന്നവനല്ല. ഈ കൊള്ളില്ലാത്ത നമ്മുടെ നാബാലിന്റെ ചരിത്രം പറഞ്ഞതുപോലെ അല്ലെ, നാബാലിന് ദൈവം കൊണ്ടൊരു ഭാര്യയെ കൊടുത്തു, അബീഗേലിനെ. വിവേകവതിയായ അബീഗേലിനെ കൊണ്ട് ആർക്ക് കൊടുത്തു? നാബാലിന് കൊണ്ട് കൊടുത്തു. അതുപോലെ യഹോവയ്ക്ക് അനിഷ്ടനായ ഒരുത്തന് കൊണ്ട് വിവേകവതിയായ ദൈവ ഭക്തിയുള്ള ഒരു താമാറിനെ കൊണ്ട് ദൈവം എന്ത് ചെയ്തു? ആ ഏറിന് കൊടുത്തു. അപ്പൊ ഏർ എന്ത് ചെയ്തു? മരിച്ചുപോയി. താമാറ് ഒരു ചൈൽഡ്ലെസ് വിഡോവായിട്ട്, മക്കളില്ലാത്തൊരു വിധവയായിട്ട് അവശേഷിച്ചു. അത് കഴിഞ്ഞ് അടുത്തത് ഒരുത്തൻ വരുന്നുണ്ട്, ഓൻ അല്ലെ. ഓനാനാണോ? ഓനാൻ അല്ലെ. രണ്ടാമത്തെ യഹൂദ അവനോട് നിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ. ആ ഓനാൻ എന്ത് ചെയ്തു?
അവൻ ചെയ്ത പരിപാടിയൊക്കെ നമുക്കറിയാം. നമ്മൾ ആ ഭാഗത്തേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അതിന്റെ അകത്തുള്ള മെസ്സേജ് ആണ് നമ്മുടെ കാര്യം. അപ്പൊ ഈ യോനാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? സാധാരണ ഈ മിഡിൽ ഈസ്റ്റില് അല്ലെങ്കിൽ മധ്യപൂർവേഷ്യ സ്ഥലങ്ങളില് മൂത്തവന് ഇരട്ടി ഓഹരിയ. അപ്പൊ യഹൂദയുടെ മുതലില് 2 ഭാഗം ആർക്കുള്ളതാണ്? ഈ ഏറിനുള്ളതാ. ഏത്? മൂത്തവനുള്ളതാ. ഇനി മൂത്തവൻ സന്തതി ഇല്ലാതെ മരിച്ചു പോയി, നല്ല കാര്യം. കാരണം ഇനി എനിക്കും ശേലായ്ക്കും 2 പേർക്കും കൂടെ ഈ മുതൽ അങ്ങ് വിഭാഗിക്കാവുന്നുള്ള നല്ല ചിന്തയിൽ ആരിയ്ക്കുമായിരുന്നു? ഓനാൻ ഇരിക്കുമായിരുന്നു. ആ ഓനാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവൻ പറഞ്ഞ. അപ്പൊ ആ ഇസ്രായേലിൽ മാത്രമല്ല, ആ ദേശങ്ങളിൽ മുഴുവനുള്ള ഒരു സിസ്റ്റം ആയിരുന്നു, ഒരു കസ്റ്റമായിരുന്നു ഈ ലെവിറേറ്റ് മാരേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദേവരധർമ്മം അനുഷ്ഠിക്കുക എന്നുള്ള ഒരു സംഭവം. നമുക്ക് രൂത്തിനെ കുറിച്ചും ഒക്കെ അറിയാവില്ല, ഈ ദേവരധർമ്മം അനുഷ്ഠിക്കുന്ന ഒരു അനുഭവം. അപ്പൊ അങ്ങനെ അതിനൊരു ദൈവ കർത്താവിന് നേരിലായിട്ടാണ് നിൽക്കുന്നത്, കിൻസ്മാൻ റിഡീമർ, അല്ലെങ്കിൽ ഒരു വീണ്ടെടുപ്പുകാരൻ, ഒരു കിൻസ്മാൻ. അപ്പൊ അവന്റെ രക്തത്തിൽ തന്നെയുള്ള ഒരാൾ അവരെ വീണ്ടെടുക്കുന്നത് കിൻസ്മാൻ റിഡീമർ എന്ന് പറയും. അപ്പൊ അങ്ങനെ ഈ ഓനാനോട് ഈ കാര്യം പറഞ്ഞു. ഓനാൻ എന്ത് ചെയ്തു? ഇനി ഉണ്ടാകുന്ന സന്തതി എനിക്കല്ല, ഈ മുതലും എനിക്ക് കിട്ടുകയില്ല. ആദ്യം ഉണ്ടാകുന്ന ആ മകൻ എന്ത് ചെയ്യണം? ഏറിന്റെ ഓഹരി ഷെയർ മുഴുവൻ കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മള് പുതിയ നിയമത്തിൽ വായിക്കുന്നത്, അവർ വളരെ ഉപായത്തോടെ വിധവമാരുടെ വീടുകളെ വിഴുങ്ങിക്കളയുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ? അപ്പൊ എങ്ങനെയാ വിധവമാരുടെ വീടുകളെ വിഴുങ്ങിക്കളയുന്നത്? ഒരു മക്കളില്ലാതെ മരിച്ചു കഴിഞ്ഞാല് അവന് വേണ്ടിയിട്ട്, അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി ദേവരധർമ്മം അനുഷ്ഠിക്കുന്നില്ലെങ്കിൽ അവന്റെ മുതലും കൂടെ എനിക്ക് കിട്ടും. അതാണ് ഈ വിധവമാരുടെ വീടുകളെ വിഴുങ്ങിക്കളയുക എന്ന് പറയുന്നത്. നമുക്ക് നീതി നടപ്പാക്കി തരാൻ ആരുമില്ല. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഒരു വിധവയെ കുറിച്ച് വായിക്കുന്നത്, എന്റെ പ്രതിയോഗിയോട് നീതി നടത്തി തരാൻ എനിക്ക് കഴിവില്ല, ആ ന്യായാധിപനോട് കൈക്കൂലി കൊടുക്കാൻ എനിക്കൊട്ട് പണവുമില്ല. അപ്പൊ അങ്ങനെ ഈ വിധവമാരുടെ അവസ്ഥകൾ വളരെ പരിതാപകരമായിരിക്കുന്ന ഒരു അന്തരീക്ഷം. അപ്പൊ യോനാൻ ചിന്തിച്ചു, ഇനി ഇവന് ഒരു മകൻ ഉണ്ടായി കഴിഞ്ഞാല് എനിക്ക് ഇനി ആ അവകാശം കിട്ടുകയില്ല. ഈ കുഞ്ഞിന് എന്ത് ചെയ്യണം? മൂത്തവൻ ചേട്ടന്റെ അവകാശം മുഴുവൻ അവന് കൊടുക്കേണ്ടി വരും. അപ്പൊ അത്രയും ഏറെ സമ്പത്ത് ഡിവൈഡ് ചെയ്യേണ്ടി വരും. എനിക്ക് ആ കുഞ്ഞിനെയൊട്ട് അവകാശം കിട്ടുകയില്ല. അപ്പൊ അതുകൊണ്ട് അവൻ ചെയ്ത പരിപാടിയൊക്കെ നമുക്കറിയാം. അപ്പൊ ദൈവത്തിന് അവനും അനിഷ്ടനായി തീർന്നു. തമ്മിഭേദം എന്ന് ചിന്തിച്ചിരുന്നതായിരുന്നു. പക്ഷെ ഈ സമ്പത്ത് വരുമ്പോഴല്ലേ, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലേ. ഈ ദ്രവ്യാഗ്രഹം വരുന്ന സമയത്തല്ലേ മനുഷ്യന്റെ തനി സ്വഭാവം വെളിപ്പെട്ട് വരുന്നത്. യൂത ഭയങ്കര ഭൂതങ്ങളെയൊക്കെ പുറത്താക്കി, രോഗികളെയൊക്കെ സൗഖ്യമാക്കി, അതിശക്തമായ ശുശ്രൂഷയൊക്കെ ചെയ്ത്, കർത്താവേ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷത്തിൽ വന്ന പാർട്ടി അല്ലേ. പണത്തിന്റെ കാര്യം വന്നപ്പോൾ പുള്ളിയുടെ ബാലൻസ് തെറ്റി. പാവം പിടിച്ച മറിയ ഏറ്റവും വിലയേറിയ സ്വച്ഛജട മാംസി തൈലം കൊണ്ട് കർത്താവിനെ പൂശിയപ്പോ അപ്പോഴും അവന്റെ സമനിലയ്ക്ക് കുറച്ച് പ്രശ്നം വന്നു. ഈ വെറും ചെലവ് എന്തിന്? കാശ് പോകുന്ന സമയത്ത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. ദ്രവ്യാഗ്രഹം വന്നു കഴിഞ്ഞാല് അങ്ങനെയല്ലേ ഗേഹസിയും ശൗലും ഒക്കെ പെട്ടുപോയത് ആ ഒരു ഒറ്റ പ്രശ്നത്തില. അതുകൊണ്ടാ പൗലോസ് പറയുന്ന, അയ്യോ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. നമ്മുടെ കർത്താവിനോട് ഒരുത്തം വന്ന് പറഞ്ഞു, കർത്താവെ എന്റെ സഹോദരനോട് അവകാശം പകുതി ചെയ്യാനൊന്ന് പറയണേ, ഞങ്ങളുടെ ഷെയർ ഒന്ന് ഡിവൈഡ് ചെയ്യാനായിട്ട് എന്റെ സഹോദരനോടൊന്ന് പറയണം. കർത്താവ് എന്താ പറഞ്ഞേ? മനുഷ്യ, നീ എന്നെ ന്യായാധിപനും മുതല് പങ്കുവെക്കാൻ ന്യായാധിപനും കർത്താവുമായി ആക്കി വെച്ചത് ആരാ? സകല ദ്രവ്യാഗ്രഹം ഒഴിഞ്ഞു സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നാ കർത്താവ് പറയുന്നത്. അത് മാത്രമല്ല, കർത്താവ് പിന്നെ ആ ഒരു റിച്ച് ഫൂളിന്റെ അവരെന്താ പറയുന്നത്, ദൈവവിഷയമായി സമ്പന്നനായി തീരാത്ത ഒരു നല്ല കൃഷിക്കാരന്റെ കഥയും കൂടി കർത്താവ് പറഞ്ഞു. അപ്പം അതിന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? നമുക്ക് എന്താ മനസ്സിലാകുന്നത്? നമുക്ക് നല്ലപോലെ വിളവ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം. അത് മാത്രമല്ല, നമുക്ക് ന്യായമായി കിട്ടേണ്ട ഷെയർ പോലും നമ്മൾ വഴക്ക് കൂടി വാങ്ങിക്കണ്ട എന്നാണ് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നിന്ന് കർത്താവ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അനിയനുമായിട്ട് സഹോദരനുമായിട്ട്
ഇത് അവകാശം പകുതി ചെയ്യാൻ പറഞ്ഞപ്പോൾ കർത്താവ് പറയുന്ന കാര്യം എന്തായിരുന്നു? 12-ാം അധ്യായത്തില് 12-13 മുതലുള്ള വാക്യം, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, നിങ്ങൾ വായിച്ചാലും നിങ്ങൾക്കത് മനസ്സിലാകും. നമുക്ക് താമാറിന്റെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടിയുണ്ട്. അപ്പൊ കർത്താവ് പറഞ്ഞ ദ്രവ്യാഗ്രഹം വിട്ടു, സകലവിധ ദ്രവ്യാഗ്രഹം വിട്ട് സൂക്ഷിച്ചൊഴിയാനാ കർത്താവ് പറയുന്നത്. അപ്പൊ ഈ ഓന ചിന്തിച്ചു ഈ സമ്പത്ത് മുഴുവൻ പോകാൻ പോവുക. അപ്പൊ അതുകൊണ്ട് അവനും വളരെ കണ്ണിങ് ആയിട്ട് അവൾക്കൊരു മകനില്ലാതെ വണ്ണം അതിനെ നശിപ്പിക്കാനായിട്ട് അവിടെ പദ്ധതി ഒരുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ യഹൂദ ഇവളോട് പറഞ്ഞൊരു കാര്യം, ചൂഷണത്തിന്റെ ആ പാരമ്യം നമ്മൾ മനസ്സിലാക്കണം. നീ നിന്റെ അപ്പന്റെ വീട്ടിൽ പോയി വിധവയായിട്ട് പാർക്കണം. അപ്പൊ യഹൂദയുടെ ഉള്ളിലുള്ള ചിന്ത എന്താ? ഈ പെണ്ണിന് എന്തോ കുഴപ്പം ഉണ്ട്. നമ്മള് സദൂക്യര് വന്ന് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഒരു സ്ത്രീ കല്യാണം കഴിച്ചു, 7 ഭർത്താക്കന്മാര് മരിച്ചു, ഒടുവിൽ സ്ത്രീയും മരിച്ചു. പുനരുദ്ധാനത്തിൽ അവൾ 7 പേരിൽ ഏവർക്ക് ഭാര്യയായി തീരും. അതുപോലത്തെ ഒരു പരിപാടിയായി താമാറണം എന്നൊക്കെയാണ് യഹൂദ ചിന്തിക്കുന്നത്. കാരണം എന്റെ മൂത്ത മകനും മരിച്ചു, ആർക്കായാലും ഒരു ചിന്ത വരും അല്ലേ? മൂത്ത മകനും മരിച്ചു, രണ്ടാമത്തെ മകനും മരിച്ചു. പക്ഷെ മൂത്ത മകനും മരിച്ചു, രണ്ടാമത്തെ മകനും മരിച്ചു, ഒന്നുകിൽ അവളെ ഫ്രീ ആക്കി വിടണം. അങ്ങനെയല്ല പറയുന്നേ, ഉള്ള കാര്യം പറയണം. എന്റെ മൂന്നാം മകനും മരിച്ചു, രണ്ടാമത്തെ മകനും മരിച്ചു, ഇനി ഒരു മകനും കൂടിയേ ഉള്ളൂ, അതിനെ നിനക്ക് തരാൻ എനിക്ക് ധൈര്യം ഇല്ല. അല്ലെങ്കിൽ യഹൂദ എന്ത് ചെയ്യണമായിരുന്നു? ദൈവത്തോട് പ്രാർത്ഥിക്കണം, ഞാൻ എന്ത് ചെയ്യണം ഈ കാര്യത്തില്? നമുക്ക് തന്റെ നല്ല സഹോദരിമാരെ അറിയാൻ പറ്റുമല്ലോ. റിബേക്കയുടെ വയറ്റിനുള്ളില് ഇരട്ടപ്പിള്ളകളെ തെക്കിയപ്പോ അവ യഹോവയോട് ചോദിക്കാൻ പോയി അല്ലേ? അവർക്ക് ദൈവത്തോട് ചോദിച്ചതിന്റെ പരിഹാരം കാണുമായിരുന്നു. അബ്രഹാം പറയുന്നില്ലേ, യഹോവേ ഞാൻ മക്കളില്ലാതെ നടക്കുന്നുവല്ലോ, ഇത് എമേശക്കാരന എലിയാസർ അത്രേ എന്റെ സർവ്വസമ്പത്തിന് അവകാശി, ദൈവത്തോട് ചോദിക്കാമല്ലോ. യാക്കോബ് എത്ര പ്രാവശ്യം ദൈവത്തോട് ചോദിച്ചു, ഇസാക്ക് ചോദിക്കുന്നില്ലേ? അപ്പൊ യഹൂദയ്ക്ക് ദൈവത്തോട് ചോദിക്കുക, എന്തുകൊണ്ട് എന്റെ ഈ 2 മക്കളും മരിച്ചു? ഇവളുടെ തെറ്റാണ്, എന്റെ മക്കളുടെ തെറ്റാണ്? പലപ്പോഴും മക്കളുടെ തെറ്റ് മരുമക്കളുടെ മണ്ടയ്ക്ക് ഇടുന്ന ഒരു പദ്ധതി നമുക്ക് പലയിടത്തും കാണാനായിട്ട് സാധിക്കല്ലേ. അപ്പൊ എന്റെ 2 ആൺമക്കൾ മരിച്ചു പോയി, ഇവള് എന്തോ പ്രശ്നമുള്ള പെണ്ണ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, എന്റെ 2 ആൺമക്കൾ മരിച്ചു പോയി, ഇനി നീ ഒരു കാര്യം ചെയ്യോ, നീ വേറെ എന്തെങ്കിലും വിവാഹം കഴിച്ചോ, അവളെ ഫ്രീ ആക്കി വിടണം. അവളെ ഫ്രീ ആക്കാൻ സമ്മതിക്കുന്നില്ല. ഇവരെന്താ ചെയ്യുന്നത്? നീ നിന്റെ അപ്പന്റെ വീട്ടിൽ പോയിട്ട് വിധവയായിട്ട് പാർക്കണം. വിധവയായിട്ട് പാർക്കണം എന്ന് പറഞ്ഞാല്, എനിക്ക് 3ാമത്തെ ഒരു മകനുണ്ട്, അവന് പ്രാപ്തിയാകുന്ന സമയത്ത് യഹൂദയ്ക്ക് കുടുംബം നഷ്ടപ്പെടാനും പറ്റുകയില്ല, മരുമകൾക്ക് കൊടുക്കാനും പറ്റില്ല. ഇതാണ് അവന്റെ പദ്ധതി എന്ന് പറയുന്നത്. മരുമകള് ഏതോ ശാപം പിടിച്ചതാണ്, പക്ഷെ എന്റെ കുടുംബം നഷ്ടപ്പെടാനായിട്ട് പറ്റുകയില്ല. അങ്ങനെ ശേലാപ്രാപ്തിയായിട്ടും അവൾക്ക് കൊടുക്കുന്നില്ല. അവളെ എന്ത് ചെയ്യുക? നിത്യവൈധവ്യത്തിലേക്ക് തള്ളി വിട്ടിട്ട് അവളെ എന്താ പറഞ്ഞ, കട്ടിലും വിടില്ല, കയറും വിടില്ല. അങ്ങനത്തെ ഒരു പരിപാടിയില് അവളെ ഒരു എന്താ പറയുന്നത്, വല്ലാത്തൊരവസ്ഥയിൽ അവൾ ആക്കിക്കളയുക. അവൾക്ക് യാതൊരു നന്മയും അനുഭവിക്കാൻ കഴിയാത്ത വിധത്തില് അവൾക്ക്. പക്ഷെ അവൾ എങ്ങനെയുള്ളവളാണ്? എന്റെ ഭർത്താവിന്റെ കുടുംബം എനിക്ക് പണിയണം, എന്റെ ഭർത്താവിന്റെ കുടുംബം അന്യം നിന്ന് പോകരുത്, എന്റെ ഭർത്താവിന്റെ കുടുംബം നിർമൂലമായി പോകരുത് എന്ന് ചിന്തിക്കുന്ന ഒരു താമാറിന്റെ മുൻപിലാണ് ഈ യഹൂദ ഇതുപോലത്തെ കള്ളക്കളികൾ മുഴുവൻ നടത്തുന്നത്. ഒന്നുകിൽ അവളെ ഫ്രീ ആക്കി വിടണം, അല്ലെങ്കിൽ ഈ ഇളയ മകൻ ദേവരധർമ്മം അനുഷ്ഠിക്കാനായിട്ട് അനുവദിക്കണം. ഇത് രണ്ടും ചെയ്യാതെ യഹൂദ സ്വന്തം കാര്യം നോക്കി സ്വാർത്ഥതയോടെ ആ വിധവയായ ആ മരുമകളോട് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ മധ്യത്തിലാണ് അവള് അവിടെ, എനിക്ക് തോന്നുന്നു അവള് വളരെയേറെ പ്രാർത്ഥിച്ചു കാണും. അവള് ഒരു തീരുമാനം എടുത്തു കാണും. അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഏനയീമിലേക്ക് പോകുന്ന വഴി അല്ലേ, അവൾ എവിടെയാ ചെന്നിരുന്നത്? അവള് 14-ാം വാക്യം ഒന്ന് വായിച്ചേ. തന്നെ അവൻ ഭാര്യയായി കൊടുത്തില്ല എന്ന് കണ്ടിട്ട് അവൾ വൈധവ്യ വസ്ത്രം മാറ്റിവെച്ച് ഒരു മൂടുപടം മൂടി പുതച്ച് തിന്നയ്ക്ക് പോകുന്ന വഴിക്കുള്ള ഏനയും പട്ടണത്തിന്റെ ഗോപുരത്തിൽ ഇരുന്നു. അതിന്റെ ടേംസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ.
ആ എനയും എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയുക, ഐ ഓപ്പണർ, കണ്ണ് തുറക്കുന്ന. കറക്റ്റ് അവിടെ വെച്ചാ കണ്ണ് തുറക്കുന്ന അല്ലേ, ആ ഒരു സംഭവത്തോടനുബന്ധിച്ച കണ്ണ് തുറക്കുന്ന. പന പോലെ കരുത്തയായ അത് എന്താ, സിമ്പിൾ ഓഫ് ഫെർട്ടിലിറ്റി ആൻഡ് പവർ എന്നാണ്. ശക്തിയുടെ കരുത്തിന്റെ പ്രതീകമായിരിക്കുന്ന താമാർ എന്ത് ചെയ്തു? അവള് ശരിക്കും ഒരു ഐ ഓപ്പണറായിട്ട്, അല്ലെങ്കിൽ യഹൂദയുടെ കണ്ണ് തുറക്കുന്ന ഒരു അനുഭവത്തിലേക്ക് അവൾ അവിടെ വളരെ വളരെ വിവേകത്തോടെ, കൗശലം നമുക്ക് പറയാൻ പറ്റില്ല അതിനെ, കാരണം അത് കൗശലമല്ല. അവൾക്ക് അവളുടെ ഭർത്താവിന്റെ കുടുംബം, ഞാൻ കയറി ചെന്ന കുടുംബം നഷ്ടപ്പെട്ടു പോകാതെ, നിർമൂലമായി പോകാതെ, അന്യം നിന്ന് പോകാതെ, ഞാൻ കയറി ചെന്ന എന്റെ കുടുംബത്തിനൊരു സന്തതി വേണം, അതിനൊരു പിൻതലമുറ വേണം. പ്രിയ ദൈവമക്കളെ, ഈ യഹൂദ എന്ന് പറഞ്ഞാൽ ആരാ? യഹൂദ എന്ന് പറഞ്ഞാല് നമ്മള് യാക്കോബ് അനുഗ്രഹിക്കുന്ന സമയത്ത് എന്താ പറയുന്നത്? 49:10 വായിച്ചേ. ഉൽപ്പത്തി 49:10 വായിച്ചേ. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദായിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. ജാതികളുടെ അനുസരണം അവനോടാകും, അവൻ മുന്തിരിവള്ളിയോടും. മതി. ആ 9, 10, 11 വായിച്ചു കഴിഞ്ഞാല് നമുക്ക് യഹൂദയെ കുറിച്ചുള്ള ദൈവിക പദ്ധതി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയേറെ പദ്ധതിയുള്ള കുടുംബം. അന്ന് ഈ താമാർ ഇതൊന്നും അറിയുന്നില്ല, പക്ഷെ താമാർ ആത്മാവിൽ അറിഞ്ഞു എന്നൊക്കെയാണ് ചില കമന്റേറ്റേഴ്സ് ഒക്കെ പറയുന്നത്. അപ്പം അവിടെ മോശ അനുഗ്രഹിക്കുന്ന സമയത്തും എന്താ പറയുന്നത്? 30 ഡ്യൂട്രോണമി ആവർത്തനം 33:7 നോക്കി നോക്കിയേ. മോശ അനുഗ്രഹിക്കുമ്പോ എന്താ പറയുന്നത്? യഹൂദയ്ക്കുള്ള അനുഗ്രഹം. യഹൂദയ്ക്ക് അനുഗ്രഹമായിട്ടെ അവൻ പറഞ്ഞത്, യഹോവേ, യഹൂദയുടെ അപേക്ഷ കേട്ടെ അവനെ സ്വജനത്തിലേക്ക് കൊണ്ടുവരണമേ. അവനെ സ്വജനത്തിലേക്ക് കൊണ്ടുവരണം. ആരാ അവനെ സ്വജനത്തിലേക്ക് കൊണ്ടുവന്നത്? ആരാണ് അപ്പൻ പറഞ്ഞ അനുഗ്രഹം ഇവനിലൂടെ നിവർത്തിക്കാൻ മുഖാന്തരമായത്? ആരാ? അവനെ സ്വജനത്തിലേക്ക് മടക്കി കൊണ്ടുവന്നിട്ട് അവനിലൂടെയുള്ള ദൈവിക പദ്ധതി നിറവേറാനായിട്ട് മുഖാന്തരമായി നിന്നത് ആരാ? അതിലൊരു കാറ്റലിസ്റ്റ് ആയിട്ട്, അതിനൊരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് പ്രവർത്തിച്ചത് ആരാ? ആ താമാറിന് വേണ്ടിയിട്ട് ദൈവം, അപ്പൊ കർത്താവിന്റെ വംശാവലിയില് താമാറിനെ എഴുതാതിരിക്കാൻ പറ്റില്ല ദൈവമക്കളെ. ദൈവത്തിന് താമാറിനെ മറന്നു കളയാൻ പറ്റിയില്ല. യഹൂദ മറന്നു കളഞ്ഞാലും, പിതൃഭവനം മറന്നു കളഞ്ഞാലും, ഭർത്തൃഭവനം മറന്നു കളഞ്ഞാലും, ദൈവം തന്റെ പുത്രന്റെ ചരിത്രം എഴുതുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് താമാറിനെ മറന്നു കളയാൻ കഴിയുകയില്ല. യഹൂദയെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിളിയും പദ്ധതിയും നിറവേറുവാൻ തക്കണം ആ താമാർ എന്ത് കഷ്ടം സഹിച്ചു. ലോകത്തില് ഒരു പെൺകുട്ടി പ്രായമായിട്ട് വരുമ്പോൾ അവളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാ? അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം അല്ലേ? അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം, മക്കളാൽ മക്കളുടെ നന്മ കാണുക, ഇതൊക്കെയാണ്. ഈ വല്ല അനുഗ്രഹവും ഈ താമാറിന് ഇത്രയും കാലഘട്ടത്തിൽ ഉണ്ടായോ? അവളുടെ ജീവിതത്തിൽ വല്ല നന്മയുണ്ടോ? അവളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? യഹോവയ്ക്ക് അനിഷ്ടനായ ഒന്നാം ഭർത്താവ്, സമ്പത്തിന്റെ ധൂർത്തും ആർത്തി നിറഞ്ഞിരിക്കുന്ന ദേവരധർമ്മം അനുഷ്ഠിക്കാൻ വന്ന രണ്ടാമത്തവൻ, ഏത് വിധത്തിലും ചൂഷണം ചെയ്ത് കുടുംബത്തിന്റെ അവകാശത്തെ പുറത്താക്കി കളയാൻ ശ്രമിക്കുന്ന അമ്മായപ്പൻ, അതിന്റെ മധ്യത്തിൽ അവള് കരുത്തോടെ നിന്ന് പൊരുതി. അവളുടെ പോരാട്ടത്തിന് കർത്താവ് വില കൽപ്പിച്ചു. അവളുടെ പോരാട്ടത്തിന് ദൈവം അവിടെ ഒപ്പുവെക്കാൻ ഇടയായി തീർന്നു. അവളെ ദൈവം മാനിക്കാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടി പൊരുതാൻ തീരുമാനിച്ചാല്, ദൈവഹിതപ്രകാരമുള്ള ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കാൻ തീരുമാനിച്ചാല്, ഞാൻ എന്റെ കുടുംബത്തെ വിട്ടുകളകയില്ല, ഞാൻ എന്റെ തലമുറയെ വിട്ടുകളകയില്ല, ഞാൻ വന്നു കയറിയ കുടുംബം നശിച്ചു പോകാൻ ഞാൻ അനുവദിക്കില്ല, ദൈവം എന്റെ കയ്യിൽ ഏൽപ്പിച്ചത് ഞാൻ വിട്ടുകളയില്ല എന്ന് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ദൈവം അവിടെ പ്രവർത്തിക്കാൻ ഇടയായിത്തീരും.
ദൈവം അവരോട് കൂടെ നിൽക്കാൻ ഇടയായിത്തീരും. രൂത്തിനോട് കൂടെ നിന്ന ദൈവം, രാഹാബിനോട് കൂടെ നിന്ന ദൈവം, ഹന്നയോട് കൂടെ നിന്ന ദൈവം നമ്മുടെ പ്രയത്നങ്ങളെ നിഷ്ഫലമാകുവാൻ ദൈവം അനുവദിക്കുകയില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കുക അമ്മായപ്പനും ഒക്കെ ആയിട്ടുള്ള ആ ബന്ധമൊക്കെ അത് ന്യായമാണോ? അത് ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുൻപേ ഉള്ളതാണ്. നമ്മുടെ ദൈവം നീതിയുള്ള ദൈവമാണ്. ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുൻപേ ഉണ്ടായ ഒരു കാര്യത്തില് ദൈവം ഒരിക്കലും ഒരാളെ കുറ്റം വിധിക്കുന്നില്ല. അത് മാത്രമല്ല, അസീറിയയിലും ആ സമയത്തുള്ള ഇതൊക്കെ സ്റ്റോൺ ടാബ്ലറ്റ്സ് ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ, ആ സമയത്തുള്ള എഴുത്തുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ 10 വയസ്സിന് താഴെയുള്ള പിള്ളേരാണ് അടുത്തത്. പിശേല ചെറുതായിരുന്നല്ലോ. അപ്പൊ 10 വയസ്സിന് ഇളയതാണ് അടുത്തത് ദേവരധർമ്മം അനുഷ്ഠിക്കാനുള്ള ആളെങ്കിൽ അമ്മായിപ്പൻ ഈ ദേവരധർമ്മം അനുഷ്ഠിക്കാം. ആ ഒരു ചടങ്ങിന് ഇബൂൻ എന്നാ പറയുന്നത്. അങ്ങനെ ഒരു കസ്റ്റം ആ ഭാഗത്ത് നിയർ ഈസ്റ്റില് നിലവിലിരുന്നു എന്നാണ് നമുക്ക് പുരാതന എഴുത്തുകളൊക്കെ വായിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അവള് ചെയ്ത കാര്യത്തില് നമ്മുടെ കൾച്ചർ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷേ ആ ബൈബിൾ എഴുതപ്പെട്ട ആ കാലഘട്ടത്തെ ചരിത്രത്തിന് അതൊരു ഹാഗാറിനെ കൊടുക്കുന്നതൊക്കെ പോലെ ആ സമയത്തുള്ള ആ കൾച്ചറിൽ അതൊരു തെറ്റല്ല. പിന്നെ നമ്മുടെ പ്രമാണത്തില് അതൊരു ഇൻസെസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും അടുത്തൊരുമായിട്ടുള്ള ഒരു ബന്ധം അത് തെറ്റാന്ന് ആ സമയം വരെ ന്യായപ്രമാണം കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവള് ചെയ്തത് ഒരിക്കലും ആ കൾച്ചറിൽ ആ കോണ്ടെക്സ്റ്റില് ഒരിക്കലും തെറ്റാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ അവള് എന്ത് ചെയ്തു? ആ കണ്ണ് തുറക്കുന്ന വഴിയിൽ അവൾ അവിടെ ചെന്ന് ഇരിക്കുക. കണ്ണ് തുറക്കുന്ന വഴിയില് അവള് ചെന്നിരുന്നിട്ട് അവള് അപ്പൊ ആട്ടിൻകുട്ടിയെ കൊടുക്കാവുന്നൊക്കെയാ പ്രോമിസ്. പക്ഷെ അവൾ എന്താ വാങ്ങിച്ചത്? അവൾക്ക് ദൈവാത്മാവ് നിയന്ത്രിക്കാതെ ഇവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രിയ ദൈവമക്കളെ, അതിന്റെ 18-ാം വാക്യം ഒന്ന് വായിച്ചേ. 38 ഒന്ന് വായിച്ചേ. എന്തു പണയം തരണമെന്ന് അവൻ ചോദിച്ചതിന് നിന്റെ മുദ്രമോതിരവും മോതിരച്ചരടും നിന്റെ കയ്യിലെ വടിയും എന്ന് അവൾ പറഞ്ഞു. ഇവ അവൾക്ക് മതി. അവനെ പൂർണ്ണമായിട്ട് നിരായുധനാക്കി. പൂർണ്ണമായിട്ട് യഹൂദൻ എന്ത് ചെയ്തു? നിരായുധനാക്കി. അപ്പൊ നമുക്കറിയാമല്ലോ, ഞാൻ ഈ വടിയോടുകൂടെ മാത്രം ഈ യോർദാൻ കടന്നു, ഈ യാബോക്ക് കടന്നു, ഇപ്പൊ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. മോശയെ നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത്? ഒരു വടി. അത് നിലത്തിട്. ആ വടി നീട്ടി നീ ആ ചെങ്കടനെ വിഭാഗിക്ക്. അപ്പൊ അവരുടെ കയ്യിൽ യാത്ര ചെയ്യുമ്പോ ഒക്കെ ഉണ്ടായിരുന്ന വടിയുടെ ഒരു പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കി. സ്റ്റക്കായി. എന്താ പറയുന്നത്? സിസ്റ്റർ ഇടയ്ക്ക് ഇച്ചിരി സ്റ്റക്കായിപ്പോയിരുന്നേ. റേഞ്ചിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഉണ്ട്, ഇടയ്ക്ക് ഒന്ന് സ്റ്റക്കായിപ്പോയി വാക്യം വായിച്ചു കഴിഞ്ഞപ്പോൾ. ആണോ? ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? ഇത് വീഡിയോ ഓഫ് ചെയ്യണോ? ഇല്ല, കുഴപ്പമില്ല. കുഴപ്പമില്ല. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം അല്ലേ? ഞാൻ പറഞ്ഞത് യഹൂദനെ പൂർണ്ണമായിട്ടും നിരായുധനാക്കി അവള്. നമുക്ക് പഴയ നിയമകാലത്ത് ഈ വടിയെ കുറിച്ച് ഇവരൊക്കെ യാത്ര ചെയ്യുമ്പോ ഉപയോഗിക്കുന്ന ഒരു വടിയെ കുറിച്ച് നമുക്ക് അറിയാം അല്ലേ? യാക്കോബ് പറഞ്ഞു, ഞാൻ ഈ ഒരു വടിയോട് കൂടെയാണ് ഈ യാബോക്ക് കടന്നത്. മോശയോട് ദൈവം ചോദിക്കും, നിന്റെ കയ്യിലുള്ളത് എന്ത്? ഒരു വടി. ആ വടി നീട്ടി എന്ത് ചെയ്യണം? യോർദാന് ചെങ്കടലിനെ, യോർദാനിലെ ചെങ്കടലിനെ എന്ത് ചെയ്യണം? വിഭാഗിക്കണം. അപ്പൊ ആ വടി എന്ത് ചെയ്തു? ഇവള് വാങ്ങിച്ചു. അവന്റെ മുദ്രമോതിരം വാങ്ങിച്ചു. ഈ മുദ്രമോതിരം എന്താ? ഏത് കാര്യത്തിലും ഒപ്പിടണമെങ്കിൽ മുദ്രമോതിരം. അഹശ്വേരോശ് രാജാവ് എസ്തേറിനോട് എന്താ പറയുന്നത്? നിങ്ങളും ഡിഗ്രി എഴുത്, എന്നാ മുദ്രമോതിരം നിങ്ങളും സീല് വെച്ചോ. അപ്പൊ ഒരു ക്രയവിക്രയം നടത്തണമെങ്കിൽ, സീല് വെക്കണമെങ്കിൽ ഈ മുദ്രമോതിരം ഇല്ലാതെ പറ്റിയില്ല. മുദ്രമോതിരവും മോതിര ചരടും, ചില ഇംഗ്ലീഷ് ഭാഷയിൽ അത് മാൻഡിൽ എന്നാ കാണിക്കുന്നത്. എങ്ങനെയാണ് പറഞ്ഞാലും ഇവന്റെ ഏറ്റവും വിലപിടിപ്പുള്ളത് മുഴുവൻ എന്ത് ചെയ്തു? അവള് പണയമായിട്ട് അവന്റെ കണ്ണ് തുറക്കുന്നത് വരെ അവനെ നിരായുധനാക്കി.
പ്രിയ ദൈവമക്കളെ, നമ്മളെ ആര് ചൂഷണം ചെയ്യുന്നു? നമ്മുടെ കർത്താവ് അവരിൽ വ്യാപരിക്കുന്ന ശക്തികളെ നിരായുധരാക്കാനുള്ള ഒരു അഭിഷേകം ശക്തിയും കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. യഹൂദ വഴി മാറിപ്പോകുന്ന സമയത്ത്, ഈ യഹൂദ വഴി മാറിപ്പോകുന്ന സമയത്ത് അവനെ നിരായുധനാക്കിയിട്ട് അവന്റെ സകല അധികാര ദണ്ണും ആര് തിരിച്ചെടുപ്പിച്ചു? ആ താമാർ എന്ത് ചെയ്തു? അതെടുക്കാനായിട്ട്. നമ്മൾ ആ യാക്കോബ് അനുഗ്രഹിക്കുന്ന ആ ഭാഗത്ത് 49:10 പറയുന്നുണ്ടല്ലോ, അധികാരത്തിന്റെ ദണ്ണിനെ കുറിച്ചൊക്കെ വായിക്കുന്നുണ്ട്. ഒന്നും കൂടെ ആ വാക്യം ഒന്ന് വായിക്കാം. 10-ാം വാക്യം. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. ജാതികളുടെ അനുസരണം അവനോടാകും. അവന് വേണ്ടി ഒരു രാജത്വം റെഡിയാക്കി വച്ചിട്ടുണ്ട്. യഹൂദയ്ക്ക് വേണ്ടി ഒരു രാജത്വം ദൈവത്തിന്റെ പദ്ധതിയിലുണ്ട്. പക്ഷെ ഇപ്പൊ അവൻ എന്ത് ചെയ്യുക? ആ രാജത്വത്തിന്റെ ചാനൽ ക്ലിയർ ആക്കാൻ കഴിയാതോണം അവൻ ബിലയാമിന്റെ കണ്ണ് മങ്ങിയതുപോലെ അവന്റെ കണ്ണ് നിരോധിക്കപ്പെട്ട് അവന്റെ ഹൃദയം അന്ധതയിലായിട്ട് അവൻ അവന്റെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കാതെ അവന്റെ മക്കളുടെ തെറ്റ് മരുമകളുടെ ആണെന്ന് ചിന്തിച്ച് അവൻ ഒരു അന്ധതയിൽ മുന്നോട്ട് പോകുക. ആ അന്ധതയെ മാറ്റി അവന്റെ കണ്ണ് തുറപ്പിക്കുന്നത് വരെ ഇവള് എന്ത് ചെയ്തു? അവന്റെ അധികാരത്തിന്റെ ദണ്ണ് ഇവള് പിടിച്ച് വെച്ചു. നീ ഇനി തൽക്കാലം ക്രയവിക്രയ ഒന്നും ചെയ്യണ്ട, അത് മുഴുവൻ എന്റെ കയ്യിൽ ഇരിക്കട്ടെ. നമുക്കെതിരായി നിൽക്കുന്നവരെ നിരായുധരാക്കുവാൻ, അവരുടെ കണ്ണ് തുറക്കുന്നത് വരെ അവരെ നിരായുധരാക്കുവാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ കണ്ണ് തുറപ്പിക്കുവാനായിട്ട് ദൈവാത്മാവ് നമുക്ക് നിയോഗങ്ങൾ തരും. ദൈവസ്ഥലിൽ ഇരിക്കും. ഇവളെ ഞാൻ അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, ഒന്നുമില്ല, ഇവളെങ്ങനെ അറിഞ്ഞത്? അവൻ തിന്മനയ്ക്ക് പോകുന്നുണ്ടെന്ന് അവളെല്ലാം അറിയും. എങ്ങനെയാ അറിയുന്നത്? എന്നാൽ അവിടെ അന്ന് വരെ ഇങ്ങനെ ഒരു സ്ത്രീ ഇരിക്കുന്നില്ലായിരുന്നു ഇവനോട്ട് അറിഞ്ഞിട്ടുമില്ല. ഇവളുടെ കണ്ണ് ഹൃദയം തുറന്നിരിക്കുക. എന്റെ കുടുംബം പണിയാനായിട്ട് ഒരു പദ്ധതി വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ സമയം വരുമ്പോ കർത്താവ് നമ്മളെ ട്രിഗർ ചെയ്യും. കർത്താവ് നമ്മളെ അതിലേക്ക് നയിക്കും. കർത്താവ് എന്ത് ചെയ്തു? താമാറിനെ അതിലേക്ക് നയിച്ചു. അവൾ എന്ത് ചെയ്തു? അവനെ നിരായുധനാക്കിയിട്ട് അത് അവിടെ പിടിച്ചു വെക്കാനായിട്ട് ഇടയായി തീർന്നു. നിന്റെ കണ്ണ് തുറക്കുന്നു വരെ നിന്റെ അധികാരത്തിൽ തന്നെ എന്റെ കയ്യിലിരിക്കട്ടെ. ഇനി വേറൊരു പദ്ധതിക്ക് നീ പോകാൻ പറ്റുകയില്ല. ദൈവം എന്ത് ചെയ്തു? താമാറിന്റെ എഫേർട്ടുകളെ, താമാറിന്റെ പ്രയത്നങ്ങളൊന്നും നിഷ്ഫലമാകുവാൻ ദൈവം സമ്മതിച്ചില്ല. താമാറിന്റെ സകല എഫേർട്ടുകളെ, സകല പ്രയത്നങ്ങളെ കർത്താവ് സഫലമാക്കുവാൻ ഇടയായി തീർന്നു. ഏറിന്റെ കൂടെ ജീവിച്ചു, മക്കളുണ്ടായില്ല. പിന്നെ ഓനാൻ കള്ളപ്പരിപാടിയും ചെയ്തു. പക്ഷെ ഇതൊറ്റ ദിവസം കൊണ്ട് ഇരട്ട ആൺകുഞ്ഞുങ്ങളും കർത്താവിന്റെ വംശാവലിയിലേക്ക് വന്നു. അപ്പൊ ഇങ്ങനെയുള്ള ബന്ധത്തിലൂടെ ഒക്കെ വന്നതിനെ കർത്താവിന്റെ വംശാവലിയിലേക്ക് എടുക്കാൻ പറ്റുമോ? പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തെ കർത്താവ് ശോധന ചെയ്യുന്നത്. മുഖവും പൊക്കവും ഒന്നും അല്ല കർത്താവ് നോക്കുന്നത്, ഹൃദയത്തെ ശോധന ചെയ്യുന്ന കർത്താവ്. നിന്റെ ഉദ്ദേശങ്ങൾ എന്താണ്? എന്റെ ആ നല്ല ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് നീ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ എന്താണ്? എന്റെ കുടുംബം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, എന്റെ കുടുംബം നിർമൂലമായി പോകാതിരിക്കാൻ, എന്റെ ഭർത്താവിന്റെ പേര് ഈ ഇസ്രായേലിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കാൻ ഞാൻ ചെയ്യുന്ന പ്രയത്നങ്ങളെ കർത്താവ് അതിന്മേൽ ഒപ്പുവെക്കുമെന്ന് താമാർ ഉറച്ചു വിശ്വസിച്ചു. താമാർ വിവേകത്തോടെ പ്രവർത്തിക്കാനായിട്ട് ഇടയായി തീർന്നു. യഹൂദയുടെ കണ്ണ് തുറന്ന് അവനെ നിരായുധനാക്കിയിട്ട് അവന്റെ പിൻതലമുറ കർത്താവിന്റെ വംശാവലിയിൽ വരാനായിട്ട്, അവനിലൂടെ ഒരു ലോക രക്ഷകൻ പിറക്കാനായിട്ട്, അവന്റെ ഗോത്രത്തിലൂടെ ഒരു ലോക രക്ഷകൻ ഭൂമിയിലേക്ക് വരുവാനായിട്ട് അവന്റെ കണ്ണ് തുറപ്പിച്ച് അവന്റെ വംശാവലിയെ ക്ലിയറാക്കി ആ കർത്താവിന് വേണ്ടി പാതയൊരുക്കാൻ ഒരു താമാറ് നിത്യവൈദവ്യം സ്വീകരിക്കാനായിട്ട് ഇടയായി തീർന്നു. ആ യഹൂദയുടെ ആ ചൂഷണം മുഴുവൻ അവൾ സഹിക്കാൻ ഇടയായി തീർന്നു. ആ ഭർത്താവിന്റെ, യഹോവയ്ക്ക് അനിഷ്ടനായിരുന്ന ഭർത്താവിന്റെ ആ ദുഷ്പ്രവർത്തികളെല്ലാം അവൾ സഹിക്കാൻ ഇടയായി തീർന്നു. അവൾക്കൊരു വെളിപ്പാട് കിട്ടി. ഈ യഹൂദ ഇങ്ങനെ കണ്ണ്
നിരോധിക്കപ്പെട്ട് കണ്ണ് ബ്ലൈൻഡ് ആയിട്ട് ഇരിക്കുന്നെങ്കിലും ഇവനിൽ ഒരു തിരഞ്ഞെടുപ്പുണ്ട്. ഇവൻ ദൈവത്തിന്റെ പദ്ധതിക്കുള്ളവനാണ്. നമ്മുടെ മക്കൾ ചിലപ്പോ പല വഴിക്ക് പോകുമ്പോഴും നമ്മുടെ മക്കളെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മക്കളുടെ പ്രവൃത്തി കാണുമ്പോൾ അയ്യോ ഇവൻ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഉള്ളവനല്ലെന്ന് നമുക്ക് തോന്നും. പക്ഷെ യഥാർത്ഥമായിട്ട് ദൈവസ്ഥലം നിൽക്കുന്ന ദൈവ പൈതലെ നിനക്ക് നീ മനസ്സിലാക്കണം അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയും വിളിയും എന്താണെന്ന്. അവന്റെ തലമുറയിലൂടെ ഒരു ലോകരക്ഷകൻ പിറക്കാനിരിക്കുവാണെങ്കിൽ അതെങ്ങനെ മനസ്സിലാക്കും? ദൈവസ്ഥലിൽ ഇരിക്കുമ്പോ മനസ്സിലാക്കും. ആ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോ മനസ്സിലാക്കും. ആ മരുഭൂമി ഒരു പന പോലെ അവള് വെള്ളം കിട്ടാതെ അവള് വേരുകൾ ആഴത്തിലേക്ക് ഇറക്കി ആ മരുഭൂമി അവള് ഫലം കായ്ക്കാൻ ഇടയായി തീർന്നു. യിരെമ്യാവ് എന്താ പറയുന്നത്? യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമാക്കുന്ന ജനം ഭാഗ്യമുള്ളത്. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അതിന്റെ ഇല പച്ചയായിരിക്കും. ഈ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നു പോയപ്പോഴും താമാറിന്റെ ഇല പച്ചയായിരുന്നു. പ്രിയ ദൈവമക്കളെ, താമാറിന്റെ ഫലത്തിന് കുറവ് വന്നില്ല. ആശ്രയം എവിടെയാ ഇരിക്കുന്നത്? നമ്മുടെ ആശ്രയം എവിടെയാ? നമ്മൾ എവിടെയാണ് ആശ്രയം വെച്ചിരിക്കുന്നത്? ആ ആശ്രയം കർത്താവ് മാനിക്കാൻ ഇടയായിത്തീരും. കർത്താവ് നമ്മളെ കൈവിടുന്ന ദൈവമല്ല. നമ്മുടെ ഹൃദയത്തിന്റെ നിഷ്കളങ്കമായ ഉദ്ദേശങ്ങളെ ദൈവം സാധ്യമാക്കുന്ന ദൈവമാണ്. നമ്മുടെ കുടുംബത്തിന്റെ പലരും കണ്ണടഞ്ഞ് കണ്ണുകൾ നിരോധിക്കപ്പെട്ട് അന്ധതയില് പാപത്തിന്റെ വഴികളിലേക്ക് പോകുമ്പോൾ അവരിലുള്ള ദൈവപ്രവൃത്തി യഥാർത്ഥമായിട്ട് വെളിപ്പെടുവാൻ തക്കോണം ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ, യിരെമ്യാവ് എന്താ പറയുന്നത്? ന്യായം വിശ്വസ്തതയുള്ള ഒരുത്തനുണ്ടെങ്കിൽ ഞാൻ യെരൂശലേമിനോട് ക്ഷമിക്കും. ഞാൻ പലപ്പോഴും ചിന്തിച്ചു, ന്യായം വിശ്വസ്തതയുള്ള ഒരുത്തനോട് ഇല്ലായിരുന്നോ? പിന്നീട് എനിക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വെളിപ്പാട് തന്നു. ഉണ്ടായിരുന്നു. ആരായിരുന്നു? ദാനിയേല്. ആ ദാനിയേല് പിന്നീട് എന്താ ചെയ്തത്? 2-3 കൂട്ടുകാരെ സംഘടിപ്പിച്ചു. രാജാവ് കഴിക്കുന്ന ഭക്ഷണം കൊണ്ട്, രാജഭോജനം കൊണ്ടും രാജാവ് കുടിക്കുന്ന വീഞ്ഞ് കൊണ്ട് ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കിയില്ല, നിങ്ങളും കൂടെ കൂടുന്നോ? 4 പേരായി. അത് കഴിഞ്ഞ് അവൻ മുന്നോട്ട് പോകുമ്പോൾ അവൻ എന്താ ചെയ്യുന്നത്? നമുക്ക് ഞാൻ ചരിത്രമൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. എന്താ അവൻ ചെയ്യുന്നത്? യിരെമ്യാവിന്റെ ചുരുളുകൾ വാങ്ങിയവൻ വായിക്കാൻ ആരംഭിച്ചു. 70 വർഷം കഴിഞ്ഞാൽ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ മാറും. അവൻ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ആരംഭിച്ചു. ഒരൊറ്റ ദാനിയേൽ അവിടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ആ 70 വർഷം കഴിഞ്ഞ ശൂന്യത മാറുവാനും വീണ്ടും യഹൂദ ഒരു രാഷ്ട്രമായി തീരുവാനും ഒറ്റ ഒരുത്തന്റെ കണ്ണുനീരിന് മുമ്പിൽ ദൈവം പ്രവർത്തിച്ചെങ്കിൽ ആ താമാറിന്റെ കണ്ണുനീരിന് മുമ്പിൽ കർത്താവ് ഇറങ്ങി വന്നു. അവളുടെ ഉദ്ദേശങ്ങൾ സഫലമായി തീർന്നു. അവളുടെ നിന്ദകൾ മാറുവാനിടയായി തീർന്നു. അവൾ വളരെയേറെ പിന്നീട് യഹൂദ ഇസ്രായേൽ ചരിത്രത്തില് താമാർ ഒരു അനുഗ്രഹ വിഷയമായി തീർന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി നമ്മൾ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാൻ ആരംഭിക്കണം. നമ്മളെ കയറി വന്ന കുടുംബം അന്യം നിന്ന് പോകാതെ, നഷ്ടപ്പെട്ടു പോകാതെ, നിർമൂലമായി പോകുവാൻ അനുവദിക്കാതെ നമ്മൾ ദൈവസ്ഥ തീരുമാനം എടുക്കണം. എന്റെ കുടുംബം നഷ്ടപ്പെടുവാൻ ഞാൻ അനുവദിക്കുകയില്ല. എന്റെ തലമുറ നഷ്ടപ്പെടുവാൻ ഞാൻ അനുവദിക്കുകയില്ല. ഇപ്പോൾ എനിക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല, പക്ഷെ കണ്ണു തുറക്കുന്ന ഒരു ദിവസം വരും. അന്ധത പിടിച്ചിരിക്കുന്നവരെ ചില കണ്ണു തുറക്കുവാൻ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ദൈവം വഴികളെ ഒരുക്കും. ഞാൻ ദൈവസ്ഥൽ നിൽക്കാൻ തയ്യാറാണെങ്കിൽ എന്റെ തലമുറ എപ്രകാരമായിരിക്കുന്നെങ്കിലും അതിന്റെ ലോകം ശത്രു ജയമെടുക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. ശത്രുവിന് അതിലൊരു നേട്ടവും വരുവാൻ അനുവദിക്കുകയില്ല. ദൈവം അതിന്റെ മധ്യേ പ്രവർത്തിക്കും. ദൈവം ചില കണ്ണുകൾ തുറക്കും. ചില ശത്രുക്കളെ നിരായുധരാക്കുവാൻ കർത്താവ് നമ്മളെ ശക്തീകരിക്കും. കണ്ണ് തുറക്കുന്നവരെ ചില വ്യക്തികളെ നിരായുധരാക്കി ദൈവപ്രവർത്തി അതിലൂടെ നടക്കുവാൻ, ആ കുടുംബത്തിലൂടെ നിറവേറുവാൻ. കണ്ണി അറ്റുപോയൊരു കുടുംബം, തലമുറ അറ്റുപോയൊരു കുടുംബം,
ദൈവപ്രവൃത്തി നടക്കുവാൻ കഴിയാതെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു കുടുംബം. 2 ആൺമക്കൾ മരിച്ചുപോയി. ഒരു ചോദ്യചിഹ്നമായി ദേശത്തിന്റെ മധ്യ നിൽക്കുന്ന ഒരു കുടുംബം. ഒരു വ്യക്തി ദൈവത്തിൽ ഇരിക്കാൻ തയ്യാറാണോ? ഒരു വ്യക്തി നിന്ദകളിലൂടെ പോകാൻ തയ്യാറാണോ? ഒരു വ്യക്തി മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നു പോയിട്ട് പന പോലെ ഉറച്ചു നിൽക്കാൻ തയ്യാറാണോ? ആഴത്തിലേക്ക് വേരിറങ്ങി നിലനിൽക്കാൻ തയ്യാറാണോ? ആഴത്തിൽ വേരുന്നതിലെ മീതേ ഫലം കായ്ക്കും. ആഴത്തിലേക്ക് വേരിറങ്ങുന്നില്ലേ, കർത്താവിലേക്ക് വേരിറങ്ങുന്നെങ്കിൽ മീതേ ഫലം സകല മനുഷ്യൻ കാണുക വെളിപ്പെട്ടു വരാൻ ഇടയായിത്തീരും. ആ യഹൂദ എന്ത് ചെയ്തു? നമുക്ക് പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. അവൾ ഒരു ശപിക്കപ്പെട്ട സ്ത്രീ എന്നുള്ള ലേബലായിരുന്നു. ഭർത്താക്കന്മാർ വാഴാത്തൊരു സ്ത്രീ, അതായിരുന്നു അവളുടെ ലേബല്. അപ്പൊ അവിടെ എന്താ പറയുന്നത്, വേറൊരു കല്യാണവും കഴിക്കാനും പറ്റില്ല, കുടുംബം പണിയാനും പറ്റില്ല. രണ്ടും പറ്റാത്ത വിധത്തില് അവളെ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ തള്ളിവിട്ട ഒരു അമ്മായിയപ്പൻ. ദൈവം അവിടെ കണ്ണ് തുറക്കാനായിട്ട് ഇടയായി തീർന്നു. നമ്മൾ ഈ താമാറിനെ കുറിച്ച് പിന്നെ നമ്മൾ വായിക്കുന്നത് എവിടെയാ? രൂത്തിന്റെ പുസ്തകത്തിലാണ് വായിക്കുന്നത്. അവിടെയൊക്കെ സ്പെല്ലിങ്ങിനൊക്കെ ഒരു തെറ്റൊക്കെ ഉണ്ട്. പക്ഷെ ഈ പേരസ് തന്നെയാണ് അവളുടെ ആദ്യ പേരസ്, സേരഹ് എന്ന് പറഞ്ഞ 2 മക്കൾ ജനിക്കാനിടയായി തീർന്നു. അതിലൂടെയാണ് ഈ തലമുറ കടന്നു പോകുന്നത്. അതിലൂടെ കടന്നു പോകുന്ന തലമുറ അത് യോശുവയുടെ പുസ്തകത്തിലെത്തുമ്പോ രാഹാബിലൂടെ കടന്നു പോകും. രൂത്തിന്റെ പുസ്തകത്തിൽ രൂത്തിലൂടെ അത് കടന്നു പോകും. അത് പിന്നെ ഇത് വെളിപ്പെട്ട് വരുന്നത് മത്തായി സുവിശേഷത്തിലാ വെളിപ്പെട്ട് വരുന്നത്. വംശാവലിയിൽ സാധാരണ സ്ത്രീകളുടെ പേര് എഴുതാറില്ല. പക്ഷെ ഇതുപോലെ കഷ്ടം സഹിച്ച് പ്രതികൂലത്തില് മരുഭൂമിയില് താഴെ വേരൂന്നി മീതെ ഫലം പുറപ്പെടുവിച്ച താമാറിന്റെ പേര് എഴുതാതിരിക്കാൻ പറ്റിയില്ല പ്രിയ ദൈവമക്കളെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ആ നീതി നിവർത്തിക്കാതിരിക്കാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ തലമുറയില് ആ പേര് എഴുതി ചേർക്കാൻ ഇടയായി തീർന്നു. നിങ്ങൾ നോക്കും, ആ വംശാവലി വായിച്ചാൽ 5 സ്ത്രീകൾ 4 പേരുടെ പേരുണ്ട്, ഒരാളുടെ പേരില്ല. ആരാ? ബത്ശേബയുടെ പേരില്ല. ഞാൻ ചിന്തിക്കുമായിരുന്നു, ഈ ബത്ശേബയ്ക്കും ദാവീദിനും ഈ 2 പേർക്ക് ഈ ബലഹീനത ഉണ്ടായിരുന്നു. 2 പേരും ബലഹീനത ഒന്നിച്ച് ശലോമോനിൽ ഞങ്ങൾ വെളിപ്പെട്ടോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു ഞാൻ ചിന്തിക്കുന്നു. പക്ഷെ താമാറിന് എന്താ പറയുന്നത്, ഉറച്ചു നിൽക്കുന്ന സ്ത്രീയായിരുന്നു. ബത്ശേബയുടെ പേര് അവിടെ പറഞ്ഞിട്ടില്ല. ഊരിയാവിന്റെ ഭാര്യയായവളിൽ നിന്നാ പറഞ്ഞിരിക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? ആ ഊരിയാവ് ഒരു നീതിമാനായിരുന്നല്ലേ? ദൈവത്തിന് കറക്റ്റ് അറിയാം. പരിശുദ്ധാത്മാവിനോട് നമ്മൾ ബുദ്ധി ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ആ തലമുറയിലെ 1-ാം സ്ഥാനത്ത് ഉൽപ്പത്തി പുസ്തകം തൊട്ട് നിൽക്കുന്ന ഒരാളായി താമാർ എന്ന് പറയുന്നത്. നമ്മളെ പോലെ പുസ്തകം കയ്യിലില്ല, നമ്മളെ പോലെ പരിശുദ്ധാത്മാവ് എന്നേക്കും വസിക്കുന്നില്ല. പക്ഷെ താമാർ ആ ദൈവിക പദ്ധതിയിൽ, ആ വെളിപ്പാടില്, ആ കുടുംബത്തെ കുറിച്ചുള്ള എന്താ പറയുന്ന ദൈവിക നിയോഗത്തിന് വേണ്ടി അവളുടെ അറിവിൽ അവൾ ഉറച്ചു നിന്നു. അവളുടെ പ്രയത്നങ്ങൾ നിഷ്ഫലമായില്ല. പ്രിയ ദൈവമക്കളെ, നമ്മുടെ പ്രയത്നങ്ങളെ ദൈവം നിഷ്ഫലമാക്കുകയില്ല. നമ്മളെ ദൈവം മാനിക്കാൻ ഇടയായിത്തീരും. നമ്മുടെ മരുഭൂമിയുടെ അനുഭവത്തിൽ നിന്ന് നമ്മളെ ഒരു വലിയ ഒരു അനുഗ്രഹത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മുടെ പേര് ചൊല്ലി യഹൂദ വീണ്ടും നല്ല ഏതായാലും എനിക്ക് കറക്റ്റ് വാക്യങ്ങൾ നമ്മളിങ്ങനെ പ്രസംഗിച്ച് വരുമ്പോൾ ഓരോന്നോരോന്നും വരുന്നത്, അതിന്റെ കറക്റ്റ് റെഫറൻസ് എഴുതി തരുന്ന എല്ലാ ദൈവമക്കളെയും പ്രത്യേകിച്ച് പ്രീത സിസ്റ്ററിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. താഴെ യഹൂദ ഗ്രഹം വീണ്ടും താഴെ വേരൂന്നി മീതെ ഫലം കായ്ക്കും. അങ്ങനെ ആ താമാർ താഴെ വേരൂന്നി മീതെ ഫലം കായ്ക്കാനായിട്ട് അവളുടെ പദ്ധതി ആരോടോട് പറയുന്നില്ല. പദ്ധതി പറഞ്ഞിരുന്നെങ്കിൽ ഇതിനൊക്കെ തടസ്സം വരുമായിരുന്നു. എന്നാൽ അവൾ അനുഭവിച്ച ചൂഷണം, അവൾ അനുഭവിച്ച മനോവേദന, അവൾ അനുഭവിച്ച വൈദവ്യം, അതിന് മുഴുവൻ ദൈവം എന്ത് ചെയ്ത് പ്രതിഫലം കൊടുക്കാൻ ഇടയായി തീർന്നു. അവസാനം എന്താ യഹൂദ പറയുന്നത്? നീ എന്നേക്കാൾ നീതിയുള്ളവൾ. അപ്പൊ അവന്റെ കണ്ണ് തുറന്നു. ഏനയീമില് കണ്ണ് തുറക്കുന്നവൻ, അയ്യോപ്പണറായിരിക്കുന്ന ഏനയീമിലത്തെ സംഭവം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ അവന്റെ കണ്ണ് തുറക്കാൻ ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ചിലരുടെ കണ്ണ് തുറക്കാൻ
ദൈവം നമ്മളെ ഉപയോഗിക്കും. നമ്മൾ ദൈവത്തിന് ഇരിക്കാൻ തയ്യാറാണോ? ചിലത് നിർമൂലമായി പോകാതിരിക്കാൻ, ചിലത് നഷ്ടമായി പോകാതിരിക്കാൻ നമ്മൾ ദൈവത്തിന് വീണ്ടെടുക്കാൻ തയ്യാറാണോ? ചിലവരുടെ കണ്ണ് തുറന്ന് നമ്മളെയും മാനിച്ച് താഴെ വേരൂന്നി മീതെ ഫലം കായ്ക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. കേട്ടിരുന്നവരോടും അതിനെ ലീഡ് ചെയ്തവരോടും മോള് GT മോള് നന്നായിട്ട് ആരാധന ലീഡ് ചെയ്യാനൊക്കെ ഇടയാക്കി തീർത്തല്ലോ. ഫേബ സിസ്റ്റർ ലീഡ് ചെയ്യുന്നല്ലോ. അങ്ങനെ എല്ലാവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. സ്തോത്രം. താങ്ക് യു സിസ്റ്ററെ.